ദൈവസഭയുടെ വടക്കൻ മേഖല മഹാസയോഗം എന്നാണ് ഇന്ന് പകൽക്കാലം അത്താണി ദൈവസഭയിൽ കൂടുതലുമാണ് കടന്നു വരുന്ന സാവകാശത്തിനായി ശ്രദ്ധിക്കുന്നു. ഇന്ന് വേദിയിലായിരിക്കുന്നതായ ദൈവദാസന്മാർ, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സഭാവിശ്വാസികൾ, ദൈവസഭയുടേതായ വടക്കൻ മേഖല ഇതില ബ്രാഞ്ച് സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിശേഷിയാൽ തൃശ്ശൂർ മേഖലയുള്ളതായ ദൈവസഭയുടെ പ്രവർത്തനങ്ങളിലായിരിക്കുന്നതായ ചില എല്ലാ പേരാമംഗലം, കൊണ്ടാഴി, എറണാകുളം, ചാലിശ്ശേരിയൊക്കെ എൻ്റെ പഴയ ഓർമ്മകളുണ്ട്. എൻ്റെ പിതാവിൻ്റെ സമയങ്ങളിലൊക്കെ ഞാൻ ചില പേരുകളൊക്കെ പല പേരുകളും എനിക്ക് പല ഫെമിലിയായിട്ട് മുഖങ്ങൾ പലപ്പോഴാണ് കാണുന്നത്. എന്നാൽ നിങ്ങളുടെയൊക്കെ പേരുകൾ പലതും എൻ്റെ മെമ്മറിയിലുണ്ട്. പിതാവും പ്രിയ പാസ്റ്റർ നിത്യതയിൽ വിശ്രമിക്കുന്നതായ ഇവിടെയുള്ളതായ അത്താണി സഭയ്ക്ക് പ്രവർത്തനങ്ങൾക്ക് ചുമതല കൊടുത്തതായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചായ നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ CM കുട്ടി, അവരുടേതായ കാലഘട്ടങ്ങൾ മുതൽ തന്നെ അനേക നിങ്ങളുടെയൊക്കെയും പേരുകൾ ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞു കേൾക്കും. വേവസവനെ ഓർപ്പിച്ചതുപോലെ ചില പേരുകളൊക്കെ അവർ തമ്മിൽ പരസ്പരമുള്ളതായ പിതാക്കന്മാരുടേതായ ആശയവിനിമയത്തിൽ നിന്ന് ആ പേരുകൾ പലപ്പോഴും എനിക്ക് സുപരിചിതമാണ്. എന്നാൽ ഇന്ന് ചിലരൊക്കെയും കാണാൻ കഴിഞ്ഞു. എനിക്ക് എല്ലാ മുഖങ്ങളും പരിചയമില്ല. സ്റ്റീഫൻ ബ്രദറിനെ എനിക്ക് കുറച്ച് പരിചയമുണ്ട്. അദ്ദേഹമാണ് കുറച്ച് ആ മേഖലയിൽ പരിചയമുള്ളത്. എന്നാലും കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കുമായ സ്തോത്രം. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ പിതാവ് ജീവനോട് സമയങ്ങളിൽ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ നമുക്ക് തൃശ്ശൂർ പൂമലയുള്ളതായ സഭയുടേതായ പാഴ്സനേജിൻ്റെ ഡെഡിക്കേഷന് ശേഷമായിട്ട് അന്ന് ഇവിടെ അത്താണിയിൽ ആരാധന കഴിഞ്ഞ് തൃശ്ശൂർ ക്രിസ്തു സഭയിൽ ഒരു വലിയ സ്പെഷ്യൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനിടയായി തീർന്നു. ആ കൂടുതലും അത്താണി സഭയും ക്രിസ്തു സഭയുള്ള മുതൽ പഴഞ്ഞിയുമുള്ളതായ പഴയ എനിക്ക് അന്നാണ് പലരെയും കാണുന്നത്. അന്ന് മുതലുള്ളതായ പഴയ പിതാക്കന്മാരുടേതായ തലമുറകളെയൊക്കെയും ഒത്തൊരുമിച്ച് കൂടാനുള്ള ഒരു പ്രത്യേകമായ സാവകാശം ഉണ്ടായി. അന്ന് ക്രിസ്തു സഭയിലും ദൈവസഭയുടേതായ മറ്റുള്ള ബ്രാഞ്ച് സഭകളിലും ആയിരുന്നായ പലരെയും കാണുവാനും കഴിഞ്ഞു. അതിനുശേഷമായിട്ട് സ്റ്റീഫൻ ബ്രദറും ഞാനുമായി കുറച്ച് ആശയവിനിമയം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ പറയാൻ കഴിഞ്ഞു, ദൈവത്തിൻ്റെ അഹിതമാണെങ്കിൽ നമുക്ക് വെടുനാളുകളിൽ കൂട്ടായ്മകൾ സഞ്ചരിച്ച് പോകണം. ആശയപരമായും ദൈവസഭയുടെ ഉപദേശപരമായ ഒക്കെയും വളരെ ഐക്യതയുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞങ്ങൾ പരസ്പരം ചിന്തിപ്പാൻ ഇടയാക്കുന്നു. ഞാൻ പറഞ്ഞു അത് നല്ല ആശയമാണ്. ദൈവം അനുവദിക്കുന്നുണ്ട്. ദൈവത്തിന് ഹിതമാണെങ്കിൽ അതിന് വരുന്ന ആളുകൾ ദൈവം അതിന് സാഹചര്യം എടുക്കട്ടെ എന്ന് പറയേണ്ടതുണ്ടായിരുന്നു. എന്നാലും അങ്ങനെ അത് കുറച്ച് നീണ്ടുപോയി. എന്നാലും ഞങ്ങളൊക്കെ പക്ഷേ ഷാജിച്ചേട്ടനായിരിക്കും ഞങ്ങളുടേതായ തെക്കൻ മേഖലയിൽ ഞങ്ങൾ ആ ചേട്ടൻ പുള്ളിയല്ല, ഞങ്ങൾ അച്ഛ മുതിർന്നവരെ അച്ഛാണെന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഷായിച്ചാൻ ഒരു കൊട്ടാരക്കരയിൽ ഞങ്ങൾ കുറച്ചുനാൾ അവിടെ നിന്ന് പഠനത്തോടുള്ള ബന്ധത്തിലായിരുന്നത് കൊണ്ട് അന്ന് മുതൽ ഞാനും ഞങ്ങളൊക്കെ കുഞ്ഞായ സമയങ്ങളിൽ അന്ന് മുതൽ ഷാജിജാൻ എന്ന് വിളിച്ചു, ഞങ്ങൾ അച്ഛാണെന്ന് വിളിച്ച ശീലമുള്ളത് കൊണ്ട് ആ ഒരു പേരാണ് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. CMI കുറച്ച് നാളുകൾ അവിടെ കുറിച്ച് എൻ്റെ പിതാവ് സ്റ്റേറ്റ്സിലായ സമയങ്ങളിൽ കുറച്ച് നാൾ സുഹൃത്തുക്കൾ അവിടെ ആയിരുന്നു. സമയം പോകുന്നില്ല, മുഖവില പറഞ്ഞ് ഒരുപാട് പോകുന്നില്ല. എന്നാൽ ഇന്ന് പ്രധാനക്കാലം കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ ഓടിപ്പോകട്ടെ. ഒക്ടോബർ മാസം നമ്മുടെ സഭയുടേതായ അമേരിക്കൻ മിഷണറിമാർ പലപ്പോഴും നമ്മുടെ കൂടുതൽ സംബന്ധിച്ചുകൊണ്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിതാവിൻ്റെതായ മരണസമയത്ത് അവിടെ നിന്ന് ഫസ്റ്റ് എഡ്വേർഡ്സിന്റെ ശാരീരികമായ ക്ലേശങ്ങളാൽ സംബന്ധിപ്പാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്നതായ പാസ്റ്റർ എറിക് ഡൂലിറ്റിൽ അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യുകയാണ്. അതിന് മരണത്തിന് സമയത്ത് വരാൻ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒക്ടോബർ മാസം അവിടെ കടന്നു വരികയും വീണ്ടും ആ ആത്മീയമായ കൂടുതലുകൾക്ക് ഒരിക്കൽ കൂടെ ബന്ധത്തെ പുതുക്കുവാൻ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം കടന്നു വന്ന് ഒരിക്കൽ കൂടെ സ്നേഹബന്ധത്തെ പുതുക്കുവാൻ തവണ സഹായിച്ചു. അങ്ങനെ തെക്കൻ മേഖലയിൽ ചില കൂടുതൽ സംബന്ധിപ്പാൻ കഴിഞ്ഞു. അന്ന് അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു, തൃശ്ശൂർക്കുള്ള നമ്മുടെ സഹോദരന്മാരെ കാണാനുള്ള സാവകാശം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അവരുടെ സാവകാശം തീർച്ചയായിട്ടും കൊടുക്കാം. ഞങ്ങളായ അത്താണികളായ ശുശ്രൂഷകൻ പാസ്റ്റർ CA ജേക്കബ് ചില മകന് സന്ദർശനായ കുടുംബമായിട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം മടങ്ങി വന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൃശ്ശൂരുള്ള ഇതര ദൈവസഭകളെ കൂട്ടി ഒരു മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ഡേറ്റ് അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് അദ്ദേഹത്തോട്ട് പങ്കുവയ്പ്പാനായിരുന്നു. അങ്ങനെ അതിന് പ്രകാരമാണ് തൽക്കാലം കൂടുതൽ നടത്താൻ കഴിഞ്ഞത്. വളരെ വിദൂരതയിലും പ്രിയപ്പെട്ടവർ യാത്ര ചെയ്ത് കടന്നു വന്നിരിക്കുമ്പോൾ പകൽക്കൽ നമ്മളോട് കൃത്യമായ കൂട്ടായ്മ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമായ സ്നേഹവനത്തെ അറിയിക്കുന്നു. സമയം ഉണ്ടെങ്കിൽ ഞാൻ അവസാനം സംസാരിച്ചു കൊള്ളാം. പ്രാരംഭമായിട്ട് പാസ്റ്റർ അദ്ദേഹം വളരെ ദൂരം നിന്ന് കണ്ടുവന്നിട്ട്
ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് കേൾക്കുവാൻ നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്. അദ്ദേഹം നമ്മളുടേതായ കാര്യങ്ങൾ പലതും മനസ്സിലാകുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ്. എന്നാലും ആത്മീയമായ ദൈവം നമ്മളെ കൂട്ടി ഉണക്കിയിരിക്കുന്നതായ അതേ സ്നേഹബന്ധത്താൽ ദൈവം നമ്മുടെ ദൈവികമായ കാഴ്ചപ്പാടുകളായ സഹോദരന്മാരുമായ ദൈവികമായ ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുമായ പലവിലായിരിക്കുമ്പോൾ ആ സ്നേഹബന്ധത്തെ ഭാഷയും ജാതിയോ ഗോത്രവും മറ്റുള്ള ഒന്നും ദേശങ്ങളുടെ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ക്രിസ്തുവിൽ ഏക ഭാവമുള്ളവരായി ഏക സഹോദരന്മാരായിരിക്കുന്നതായ കൃപയാൽ ലഭിച്ച ദൈവത്തിന്റെ സ്നേഹകരമായ സ്നേഹത്തിനും പദവിക്കുമായ സ്തോത്രം. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ വചനം സംസാരിക്കും, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ പറയാൻ ഏത് രീതിയിലാണ് അദ്ദേഹം നമ്മുടേതായ ചർച്ചിൽ അമേരിക്കയിൽ പ്രകൃതമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം. അങ്ങനെ പ്രത്യേകമായ ഒരു ആരെയും അങ്ങനെ വിളിച്ച് ഒരു പ്രസംഗം കൊടുക്കുന്ന അവസരമല്ല. ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നവർക്ക് ഇപ്പോൾ സമയത്ത് വിനിയോഗിക്കാം. ഒരു സാക്ഷ്യമായിരിക്കാം, പാട്ടായിരിക്കാം, പ്രസംഗമായിരിക്കാം. ഞാനതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസംഗം ചെയ്യാനായിട്ട് ഞാൻ കമ്പൽ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ദൈവസന്നിധിയിൽ ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ട് എന്ന് ഞാൻ പറയാൻ കഴിഞ്ഞു. പാസ്റ്റർ ബേബി മാത്യു നമ്മുടേതായ ഗോസ്പൽ ട്രൂത്ത് എന്ന മാസികളിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പാസ്റ്റർ ബേബി മാത്യു. പാസ്റ്റർ മാത്യു അദ്ദേഹം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു കരുതുന്നു. ദൈവം അതിനായിട്ട് ദൈവദാസൻ ബലപ്പെട്ടിട്ട് Now it's time for praise the Lord.